अच्युतं केशवं रामनारायणं कृष्णदामोदरं वासुदेवं हरिं തിരുവനന്തപുരം നഗരത്തിലെ കാര്യവട്ടത്തിന് സമീപമുള്ള പുല്ലാന്നിവിളയിലെ മേനല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം അതിപുരാതനമായ ഒന്നാണ്. മേവനല്ലൂർ എന്ന പേര് കാലാന്തരത്തിൽ മേനല്ലൂർ എന്നായി തീരുകയായിരുന്നു. ശ്രീകാര്യം ഗാന്ധിപുരം റോഡിൽ ഗാന്ധിപുരത്തു നിന്നും പോത്തൻകോട്ടയ്ക്കുള്ള വഴിയിലാണ് മേനല്ലൂർ എന്ന പ്രശാന്തസുന്ദരമായ ഗ്രാമപ്രദേശം. ഒരുപക്ഷെ വളരെ വിരളമായിട്ട് ഉള്ള ഒരു പ്രതിഷ്ഠയാണ്. കാര്യം മഹാവിഷ്ണു സാധാരണ കിഴക്ക് ദർശനമായിട്ട്, കിഴക്കോട്ട് ദർശനമായിട്ടാണ് സാധാരണ വിഷ്ണു ക്ഷേത്രങ്ങൾ, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, അങ്ങനെ വൈഷ്ണവമായ ക്ഷേത്രങ്ങളെല്ലാം സാധാരണ കിഴക്കോട്ട് ദർശനമായിട്ട് മാത്രമേ ഉണ്ടാകാറുള്ളൂ. അതിന് വ്യത്യസ്തമായിട്ട് ഇത് പടിഞ്ഞാറോട്ടാണ് ദർശനം. शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये. ഇതിന് ഒരു ഐതിഹ്യമുണ്ട്. യുദ്ധം കഴിഞ്ഞെത്തിയ ഭഗവാന് രജോഗുണം കൂടുതലാണ് എന്നതിനാലാണ് ദർശനം പടിഞ്ഞാട്ടേക്കാക്കിയത് എന്നതാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചില ആചാരാനുഷ്ഠാനങ്ങളും വ്യത്യസ്തമാണ്. ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. 1600 വർഷത്തിലേറെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് പഴമക്കാർ പറയുന്നു. മേനല്ലൂരിന് തൊട്ട് സമീപ പ്രദേശമായ അണിയൂരിലെ ശ്രീ ബാലഭഗവതി ക്ഷേത്രത്തിലെ ആറാട്ടു മഹോത്സവം നടന്നിരുന്നത് മേനല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രക്കുളത്തിലായിരുന്നു. കാലാന്തരത്തിൽ ക്ഷേത്രക്കുളം നശിക്കുകയും ഏകദേശം 50 വർഷങ്ങൾക്ക് മുൻപ് ഈ ചടങ്ങ് ഇല്ലാതാവുകയും ചെയ്തു. ജഗജ്ജാലപാലം ഗജകണ്ഠമാലം ശരചന്ദ്രബാലം മഹാദൈത്യകാലം നഭോനീലകായം ദുരാവാരമായം സുപദ്മാസം. 30 വർഷം മുമ്പ് പുനരുദ്ധാരണം നടത്തിയ വേളയിൽ വിഗ്രഹത്തിനടിയിൽ നിന്നും സ്വർണ്ണ നാണയങ്ങൾ കണ്ടെടുക്കുകയുണ്ടായി. ഇവ ബുദ്ധ കാലഘട്ടത്തിലേതായിരുന്നു. ആർക്കിയോളജി വകുപ്പ് ഇവയ്ക്ക് 1600 വർഷത്തിലേറെ പഴക്കമുള്ളതായി കണ്ടെത്തി. വിഗ്രഹം പുനഃപ്രതിഷ്ഠ നടത്തിയപ്പോൾ അതിന് ചുവട്ടിൽ അവ നിക്ഷേപിക്കുകയുണ്ടായി. പിന്നെ ഒരു സവിശേഷതയുള്ളത് വരാഹമൂർത്തിയുടെ അർച്ചന. അത് വളരെ ഭംഗിയായി നടക്കുന്നത് കൊണ്ട് പല ആൾക്കാർക്കും ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതായത് ഇപ്പോൾ ഭൂമി വിൽക്കാൻ പറ്റാത്തവർക്ക് അതിനുള്ള അനുഗ്രഹം ഉണ്ടായി വിൽക്കാനുള്ള ഒരവസ്ഥ വരും. ഇപ്പോൾ ഒരു പുതിയ വസ്തു വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അത് നല്ലതാണ്. അതുപോലെ വീട് വയ്ക്കുന്നവർക്ക്, പുതിയതായിട്ടൊരു വീടിൻ്റെ സംരംഭം തുടങ്ങുന്നവർക്കെല്ലാം ഇവിടുത്തെ മന്ത്രങ്ങളും പുഷ്പാർച്ചനയും കൊണ്ട് വളരെയേറെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. വിദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തർ ധന്വന്തരി മന്ത്രാർച്ചന, സുദർശന പുഷ്പാഞ്ജലി തുടങ്ങിയവയ്ക്കായി ഇവിടെ എത്തിച്ചേരുന്നു. നവഗ്രഹ പൂജ, നവഗ്രഹ ഹോമം എന്നീ വിശേഷാൽ പൂജകളും എല്ലാ വ്യാഴാഴ്ചകളിലും നടത്തിവരുന്നു.
स्वभक्तानुकूलं जगद्वृक्षमूलं निरस्तार्थशूलं भजेऽहं भजे ആയില്യം നാളിലെ നാഗരൂട്ടും ഇവിടെ പ്രസിദ്ധമാണ്. ശത്രുസംഹാരമൂർത്തിയായും ആരാധകർ ഇവിടെ ഭഗവാനെ ആരാധിച്ചു പോരുന്നു. ഈ ക്ഷേത്രത്തിലെ തിരുവുത്സവം മകരമാസത്തിലെ അനിഴം നക്ഷത്രത്തിലാണ് നടത്തിവരുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള ആരാധകരുടെ വരവ് നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു എന്നത് ക്ഷേത്ര ചൈതന്യത്തിൻ്റെ മഹത്വത്തെ വിളിച്ചോതുന്നു.